ഞാൻ അകത്ത് പോയിട്ട് ഇങ്ങനെ നോക്കി വരിക, എടുത്തിട്ട് മോനെ മോനെ മോനെ. നമുക്കിത് കാണുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലാണ് പല. ഇങ്ങനെ പുറത്തേക്ക് വന്ന് എന്തെങ്കിലും പിറകിലേക്ക് ഓടിയെന്ന്. ഇല്ല സാർ, അവനാകെ 20 വയസ്സായിട്ടുള്ളൂ. അവൻ ഉമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അമ്മയെ ഓർത്തു ഉമ്മേനെ. അപ്പം ഞാൻ എൻ്റെ അമ്മേനെ ഓർക്കുന്നുണ്ട്. അപ്പം ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് ഉമ്മയായിട്ട്. ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞ്, ഉമ്മ നിങ്ങൾക്ക് നല്ലൊരു വീട് ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ടാക്കി തരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിറകിൽ ഇവൻ ചാല് കയറാൻ തുടങ്ങി, തറക്കൊക്കെ ആയിട്ട്. ഈ സമയത്താണ് ഈ പയ്യൻ മരിച്ചു പോകുന്നത്, മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റിൽ. അപ്പോൾ ഉമ്മയ്ക്ക് ഇതൊക്കെയാണ് കണക്റ്റ് ആവുന്നത്. എൻ്റെ മകനത് പറഞ്ഞു, അത് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. അപ്പം തന്നെ ഞാൻ എൻ്റെ ഡ്രൈവറിനെ വിളിച്ചിട്ട് ബാഗിൽ കുറച്ച് പൈസ ഞാൻ പറഞ്ഞ്, ഇത് നിങ്ങൾക്ക് നമുക്ക് ഇനിഷ്യേറ്റീവ് നമുക്ക് തുടങ്ങാം. ആ ഉമ്മയുടെ ആഗ്രഹം, ആ ചെക്കൻ്റെ ആഗ്രഹം, അവൻ മരിച്ചു പോയിട്ടുള്ള മോൻ്റെ ആഗ്രഹം ഉമ്മാനെ നമുക്ക് നടത്തി കൊടുക്കാം. ഇതാ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ് ഞാൻ പൈസ എടുത്ത് കൈ കൊടുത്തു. അവർക്കത് വലിയ കാര്യമായി. പക്ഷെ ആ പൈസയിൽ നിന്ന് അവരവിടെ നിന്ന് നാട്ടിൽ നിന്ന് എല്ലാവരും കൂടെ അങ്ങ് സംഘടിപ്പിച്ചു വീടുണ്ടാക്കി. 9 മാസത്തിനകത്ത് വീടുണ്ടാക്കിയിട്ട് ഈ ജനുവരിയിലെ മറ്റെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലം പ്രസിഡൻ്റാണ്, BJPയുടെ പ്രസിഡൻ്റാണ് വിളിച്ചത്. സാറേ, അന്ന് സാറ് പൈസ കൊടുത്തിട്ട് നമ്മൾ പൈസ തുടങ്ങിയിട്ട് അതിൻ്റെ വീട് ഉണ്ടാക്കി, അതിൻ്റെ താക്കോൽദാനാണ്. അപ്പം മുസ്ലിയാർ സാറിൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം മുസ്ലിയാർ ആദ്യം എന്നോട് പറഞ്ഞു, അതേ, നിങ്ങളിപ്പോൾ എന്ത് പൊസിഷനിലായിരിക്കണമെന്ന് നമുക്കറിയാം. നിങ്ങളുടെ അനിയൻ പോയിട്ടില്ല. അപ്പോൾ അനിയൻ മരിച്ചത് 4-ാം തീയതി. അപ്പോൾ ഇതൊരു 7-ാം തീയതി 8-ാം തീയതിയാണ്. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. എന്നാലും നിങ്ങൾ വന്നിട്ട് ഈ താക്കോൽദാനം ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. പക്ഷേ സാറിന് ഞങ്ങൾ ഫോഴ്സ് ചെയ്യില്ല. സാറ് വിഷമിച്ചിങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ TV യിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്തല്ലോ, ഞാനത് വെറുതെ ഒരു എമൗണ്ട് തന്നു, പക്ഷെ നിങ്ങളത് നടത്തിയില്ലേ. അപ്പോൾ മുസ്ലിയാറിനെ കൊടുക്കുക ചാവി നമ്മുടെ സൈഡിൽ നിന്ന് പറഞ്ഞത് താക്കോൽദാനം നടന്നു. ഇന്നിപ്പോൾ ഉമ്മ പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്.